ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവർ വേണമെന്ന് വിചാരിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി വലിയ ഭീഷണികളാണ്. 5 മണിക്ക് 6 മണിക്ക് ശേഷം കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകണമെന്നുള്ളതാണ്. വലിയ വധഭീഷണിയാണ്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു 10-50ഓളം പ്രവർത്തകർ അതിൽ LDFന്റെ ഭാഗത്തുനിന്ന് വലിയ ഒരു പറഞ്ഞ മാതിരി ഭീഷണി തന്നെയാണ്. ഇല്ല, ഇങ്ങനെ ഒരു പ്രവർത്തകൻ നമ്മുടെ ഇതിലേക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം തന്നെയാണ്. അദ്ദേഹം വന്നതിന് ശേഷം നല്ല രീതിയിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് നമുക്കും ഒരു ഉണർവേകി. അദ്ദേഹം വന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ മണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്കെല്ലാം നല്ല ഉണർവും ഉന്മേഷവും തരുന്നുണ്ട്. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. സന്തോഷമാണ് തോന്നുന്നത്. രണ്ടാമത്തെ വിജീഷേട്ടനെ പോലെ ഒരാൾ വരിക എന്ന് പറയുമ്പോൾ, ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും കാലം വിശ്വസിച്ച പാർട്ടിയിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ അത്രയും മടുത്തിട്ടുണ്ടാവും അവിടുത്തെ അവസ്ഥ ഇല്ലേ? അപ്പോൾ BJPയിൽ വന്നിട്ട് BJPയിലെ പ്രവർത്തനം അദ്ദേഹം പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനം. കാരണം നമസ്കാരം. പേരെന്താണ് ചേട്ടാ? പേര് വിജീഷാണ്. CPIയുടെ ചുമതല ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം വിട്ട് ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJPയിൽ ചേട്ടൻ ചേർന്നു. എന്നിട്ട് അതിന് ശേഷം വന്ന ആദ്യ ഒരു തെരഞ്ഞെടുപ്പാണ് ചേലക്കരയിൽ നടക്കുന്നത്. BJPക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ് ആദ്യമായിട്ടല്ലേ താമരചിഹ്നത്തിന്? അതെ, താമരചിഹ്നം വോട്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അനുഭവം? അത് ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിനും പ്രതീകമായിട്ടുള്ള താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തപ്പോൾ അത് ഇന്ന് ചേലക്കരയിൽ പൊട്ടി വിടർന്ന് വിരിഞ്ഞ് അത് പടർന്ന് പന്തലിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കേരളമൊട്ടാകെ ഇത്ര നാൾ നമ്മൾ ആദ്യമായിട്ടാണ് എനിക്ക് വലിയൊരു സന്തോഷം തോന്നുന്നത്. എല്ലാ വർഷവും ഞാൻ വോട്ട് ചേർത്തിയ മുതൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് വോട്ട് ചെയ്തത്. ഞങ്ങളുടെ ഈ മണ്ഡലം ആ ചിഹ്നത്തിലാണ് വരാറ്. CPI ആണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ CPMൻ്റെ സീറ്റാണ്. ഈ പ്രാവശ്യം അതിൽ ചെയ്തപ്പോൾ വലിയൊരു സന്തോഷവും വലിയൊരു ആത്മവിശ്വാസവും, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി താമര ചിഹ്നത്തിന് അത് എന്തെന്നറിയില്ല, ഞാൻ വീഴുന്നത് വരെ നമ്മുടെ ആ സൗണ്ട് വരുന്ന ഒരു സെക്കൻഡ് വരെ അവിടെ നിന്ന് പൂർത്തീകരിച്ചാണ് വന്നത്. ഇതുപോലെ തന്നെ പല ആളുകളുടെ മുഖത്തും വലിയ ആത്മവിശ്വാസം തന്നെയാണ്. ബാലേട്ടൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അരമണിക്കൂർ ബാക്കിയാണ്. എന്തായാലും ഈ തുടക്കം മുള്ളൂർക്കിൽ നിന്നാവട്ടെ എന്നുള്ള രീതിയിലേക്ക് മാറി. അത് തന്നെയാണ് ആത്മവിശ്വാസം. ഈ പ്രവർത്തനത്തിലേക്ക് വന്നതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ നേരിടേണ്ടി വന്നു? ഇപ്പോൾ താങ്കൾ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരിൽ നിന്നോ അല്ലെങ്കിൽ CPMൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു അവരുടെ എല്ലാം പ്രതികരണം? ഇന്നടക്കം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് വലിയ തരത്തിലുള്ള എന്താ പറയുക, നമ്മൾ ഒരു കാര്യത്തിലും പ്രകോപനമാവാത്ത ആളുകളാണ്. പക്ഷേ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും ഞങ്ങൾ സെൻട്രൽ നമ്മുടെ ബൂത്ത് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഏതോ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആളുകൾ വന്ന് കൊടിത്തോരണങ്ങൾ പൊതുസ്ഥലത്തുള്ള മാറ്റുന്നു. ഇതെല്ലാം നമ്മുടെ മേലേക്കാണ്. ഇത് വിജീഷാണ് ഇതിൻ്റെ പിന്നിൽ. ഈ പാർട്ടിയിൽ നിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല. LDFനും UDFനും ഒരു പ്രശ്നമില്ലാതിരുന്ന മേഖലയാണ്. ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവർ വേണമെന്ന് വിചാരിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി വലിയ ഭീഷണികളാണ്. 5 മണിക്ക് 6 മണിക്ക് ശേഷം കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോകണമെന്നുള്ളതാണ്. വലിയ വധഭീഷണിയാണ്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു 10-50ഓളം പ്രവർത്തകർ അതിൽ LDFന്റെ ഭാഗത്തുനിന്ന് വലിയ ഒരു പറഞ്ഞ മാതിരി ഭീഷണി തന്നെയാണ്. നമുക്കെന്തായാലും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ്. നമ്മൾ ജനിച്ചാൽ ഒരു മരണം. പക്ഷേ ഇത് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറഞ്ഞ പൊതുപ്രവർത്തനമാണ്. അതൊരു തൊഴിലല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നിട്ടുള്ളത്. മുള്ളൂർക്കര പഞ്ചായത്തിന് ഏറ്റവും ഈ ചേലക്കര മണ്ഡലത്തിൽ മുള്ളൂർക്കര പഞ്ചായത്തിൽ ഒരു 6000 വോട്ട് BJP നേടുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഈ മുള്ളൂർക്കര മാതൃക എന്ന് പറയുന്നത് ചേലക്കര മണ്ഡലത്തിൽ തന്നെ മുള്ളൂർക്കരയിലെ 1ാം സ്ഥാനത്ത് BJP വരും. അതുപോലെ തന്നെ ചേലക്കരയിൽ ബാലേട്ടൻ ഒരു 6000 to 7500 ഉള്ളിൽ വോട്ടിൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ മാതൃക കേരളം മൊത്തത്തിൽ ഞങ്ങളൊരു മാതൃകയായിട്ട് പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ ചേട്ടാ, ഈ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ BJPയിൽ എത്തിയ സമയത്ത് ഈ ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള വ്യത്യാസം ഏത് തരത്തിലാണ് ഫീൽ ചെയ്യുന്നത്? ഒരു 60% ദൂരമുണ്ട് LDF നിന്ന് BJPയുടെ പ്രവർത്തനം. 100-ൽ 40-50 ഉള്ളിലാണ് ഇപ്പോൾ LDFന്റെ പ്രവർത്തനം നിൽക്കുന്നത്. ഞാൻ കാണാത്ത രീതിയിലുള്ള കണക്കുകൂട്ടലുകളും ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും ഇത് പുറത്തേക്കും ചാനലിലോ അത്തരം പബ്ലിസിറ്റി വരാത്ത രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ്. മറ്റുള്ള പാർട്ടികളെല്ലാം ശ്രദ്ധിക്കുന്നത് 2-3 റൗണ്ട് വീട് കയറി കഴിഞ്ഞാൽ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പക്ഷേ ഈ നിമിഷം വരെ ഇനിയും ഒരു 1/4 മണിക്കൂറോളം ബാക്കിയുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ഇപ്പോഴും വരാത്ത വോട്ടുകൾ എത്ര എന്ന് പറഞ്ഞ് വീടുകളിലേക്ക് ആളുകൾ പോയിരിക്കുകയാണ്. ഇത്രയൊരു ചിട്ടമട്ട പ്രവർത്തനം LDF ഇന്നേവരെ ഞാൻ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വലിയ ദൂരമുണ്ട്. ഇത് വലിയ മാറ്റത്തിലേക്ക് വഴിവെക്കും. BJPയുടെ സംഘടനാ പ്രവർത്തനം കേരളത്തിൽ മൊത്തത്തിലാകെ മാറിയിരിക്കുകയാണല്ലോ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം.
മൊത്തത്തിൽ മാറിയെന്ന് മാത്രമല്ല, അത് BJPയുടെ അവിടേക്ക് എത്താൻ ഇനി ഒരുപാട് സമയമെടുക്കും LDF. എനിക്ക് അറിഞ്ഞിടത്തോളം അത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയത്തോളം വേറെ രീതിയിലുള്ള ഒരു കുറവുകൾ BJPക്ക് അത് നികത്തിയപ്പോൾ ഏറ്റവും മികച്ച പ്രവർത്തനം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. സംഘടനാ പ്രവർത്തനത്തിലെ ആത്മവിശ്വാസവും അഭിമാനവും തോന്നുന്നുണ്ട്. അഭിമാനവും ആത്മവിശ്വാസവും കൂടെ നിൽക്കുന്ന ആളുടെ സ്നേഹവും ഒരു ചതി ഇതിലുണ്ടാവില്ല എന്നുള്ള 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മറ്റത് അങ്ങനെയല്ലായിരുന്നു. ചെറിയൊരു എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചതി ഉണ്ടാവും എന്നുള്ള രീതിയിലേക്കാണ് ആ പ്രവർത്തനം പോകുന്നത്. ഈ ഇടതുപക്ഷത്തിലേക്ക് ഈ അടുത്ത സമയത്ത് BJP വന്ന ആളുകൾ, ഇടതുപക്ഷത്തിൽ നിന്ന് അവരെല്ലാവരെയും വന്ന് അല്ലെങ്കിൽ അവരെല്ലാവരും വോട്ട് ചെയ്ത് പോയിരുന്നു. എല്ലാവരും വന്നിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്യാനായിട്ട് ഒരു ദിവസം ജോലി തന്നെ വിട്ടിട്ട് ഈ പുറത്തുനിന്നുള്ള ആളുകളെ എല്ലാം വരുത്തി വോട്ട് ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ ഭാഗങ്ങളിൽ, അതുപോലെ മറ്റുള്ള ജില്ലകളിലേക്ക് പോയിട്ടുള്ള ആളുകൾ എല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും നമ്മൾ ഈ വണ്ടികളിൽ നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിലും LDFന്റെയും UDFന്റെയും വണ്ടികളിൽ വരുന്ന വോട്ടുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മുടെ വോട്ടുകളിലുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ടും ആത്മവിശ്വാസത്തിലാണ്. എത്ര വോട്ട് നേടുമെന്നാണ് ചേലക്കരയിൽ പ്രതീക്ഷിക്കുന്നത് BJP? 56,000 മേലെ വോട്ട് ചേലക്കര മണ്ഡലത്തിന് 56+. അതേമാതിരി തന്നെ ആ രീതിയിലേക്ക് മാറും. ഇവിടെ മുള്ളൂർക്കിൽ 6,000 മേലെ വോട്ട്. ചേട്ടാ, ഞങ്ങളായിട്ട് ചേട്ടൻ സംഘപരിവാറിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അഭിമാനം തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു വിഷയം സംസാരം കേൾക്കുന്ന സമയത്ത്? ഇല്ല, ഇങ്ങനെ ഒരു പ്രവർത്തകൻ നമ്മുടെ ഇതിലേക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം തന്നെയാണ്. അദ്ദേഹം വന്നതിന് ശേഷം നല്ല രീതിയിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് നമുക്കും ഒരു ഉണർവേകി. അദ്ദേഹം വന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ മണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്കെല്ലാം നല്ല ഉണർവും ഉന്മേഷവും തരുന്നുണ്ട്. അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. ചേട്ടൻ്റെയൊക്കെ ഒരു സംഘടനാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഇലക്ഷൻ ഇത്രയും സജ്ജീകരണങ്ങളോടുകൂടി BJP ചേലക്കര മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്? അതെ. ഇത്രയും, അതായത് തൃശ്ശൂർ മോഡൽ പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് തൃശ്ശൂരിൽ അവർ പ്രവർത്തിച്ച എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനം നടത്തുന്നത്. അതിൻ്റെ സീക്രട്ടുകൾ എന്താണെന്നുള്ളത് നമ്മൾ പബ്ലിക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ കുറേ സീക്രട്ടുകൾ ഉണ്ട്. ചതിയില്ല, കൃത്യമാർന്ന അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് പ്രഹസനങ്ങളില്ല. അണിയറയിലാണ് പ്രവർത്തനം. അത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്നുണ്ട്. വിജീഷ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം വളരെയധികം ഉണ്ട്. 58,000 56,000 മുകളിൽ വോട്ട് പിടിക്കുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തകർ ഏത് തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഇപ്പോൾ ചേലക്കരയിലെ BJPയുടെ കാര്യകർത്താക്കളെ, പ്രവർത്തകരെ നോക്കിക്കാണുന്നത്? BJPയുടെ പ്രവർത്തകരെ അവർ നല്ല ഭയത്തോടു കൂടി തന്നെയാണ്, രാഷ്ട്രീയ ഭയത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അല്ലാതെ കായികപരമായ ഒരു ഭീഷണിയല്ല ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രാഷ്ട്രീയപരമായ ഭീഷണി അവർ നേരിടുന്നുണ്ട്. അവരുടെ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അവർ ചില ഒളിഞ്ഞും തെളിഞ്ഞും അത് നമ്മളോട് പ്രകടിപ്പിക്കണമുണ്ട് വർത്തമാനത്തിൽ. ഇന്ന് തന്നെ ഒരു LDFന്റെ പ്രവർത്തകൻ എന്നോട് പറഞ്ഞ്, നിങ്ങൾ ഞങ്ങളെയൊക്കെ പണി തരുന്ന തോന്നുന്നതെന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയത്തിൻ്റെ പണി തരുന്ന തോന്നുന്നുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. പിടിക്കും എന്നുള്ള രൂപത്തിലുള്ള ടോണാണ് വരുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നുണ്ട്. അത് അവർക്കൊരു ഭയപ്പാടും രാഷ്ട്രീയത്തിലുണ്ടാക്കുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. എങ്ങനെ തോന്നാട്ടാ ഈ പ്രാവശ്യത്തെ ഒരു ഇലക്ഷൻ? ഈ വിജീഷ് ചേട്ടനെ പോലെയുള്ള ഇടതുപക്ഷത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ BJPയിൽ വന്ന് ആദ്യമായിട്ട് താമര ചിഹ്നത്തിന് വോട്ട് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ആ ഒരു അനുഭവം, എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സന്തോഷമാണ് തോന്നുന്നത്. രണ്ടാമത്തെ വിജീഷ് ചേട്ടനെ പോലെ ഒരാൾ വരിക എന്ന് പറയുമ്പോൾ, ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും കാലം വിശ്വസിച്ച പാർട്ടിയിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ അത്രയും മടുത്തിട്ടുണ്ടാവും അവിടുത്തെ അവസ്ഥ, ഇല്ലേ? അപ്പോൾ BJPയിൽ വന്നിട്ട് BJPയിലെ പ്രവർത്തനം അദ്ദേഹം പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനം. കാരണം നമ്മൾ ഓർമ്മച്ച കാലം മുതൽ BJPക്കാരാണ്. സംഘത്തൂടെ വളർന്നു വന്ന കാരണം അതിൻ്റെ ഏമുകൾ സെഡ് വരെ ഒക്കെ ഞങ്ങൾക്കറിയാം. ആൾക്ക് ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് തന്നെ കുറച്ചാൽ മനസ്സിലായിട്ടുള്ളൂ. ഇനി ആൾ മനസ്സിലാക്കേണ്ട സംഘടനയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് മൂപ്പരിപ്പ് പറഞ്ഞത്. അപ്പോൾ വലിയൊരു വിജയം. അതായത് തോൽവി BJP എപ്പോഴും ചവിട്ടുപടിയായിട്ടാണ് കാണും. തോറ്റ് കഴിഞ്ഞാൽ കീഴ്പ്പെട്ടല്ലേ പോകുക. പക്ഷെ ഞങ്ങൾ തോൽവി എപ്പോഴും ചവിട്ടുപടിയാണ്. കയറി പോകും. അത് തൃശ്ശൂരിൽ കാണിച്ചു. ഇപ്രാവശ്യം ചേലക്കരയിൽ 100% ഉറപ്പായിട്ടുണ്ട്. ജയം ഉറപ്പാണ് 100%. അത്രയ്ക്ക് വലിയൊരു ആത്മവിശ്വാസത്തോട് പറയാനുള്ള കാരണം എന്താ? അതാണ് നേരത്തെ പറഞ്ഞ സംഘടനാ സംവിധാനം. കുറെ തോരണം കെട്ടലും വീടിന് മറുത്ത് 10-12 ഫ്ലക്സ് വെക്കലല്ല. അടിസ്ഥാനപരമായിട്ടൊരു വർക്ക് ഉണ്ട്. അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങളുടെ മാതൃസംഘടന RSS അവർ പറഞ്ഞ പണി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. അത് ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ബെനിഫിറ്റ് കിട്ടാൻ പോണത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. അത് നമുക്ക് വളരെ സന്തോഷമാണ്. വളരെ വലിയ ആത്മവിശ്വാസം. 100%. 100 എന്ന് പറയാനല്ലേ നമുക്ക് പറ്റില്ല. അതിലും കൂടുതൽ പറയാൻ പറ്റില്ല. ഒരു ശതമാനം കണക്ക് പറയുമ്പോൾ അതുകൊണ്ടാണ് 100 പറഞ്ഞത്. അല്ലെങ്കിൽ 200 1000 പറയാറുണ്ട്.